കയറുമ്പോൾ സ്തോത്രം ദൈവത്തിൻ്റെ നല്ല വചനം ഹല്ലേലൂയ നമുക്ക് സമാധാനം തരുന്നു. കർത്താവിൻ്റെ നല്ല വചനം നമ്മളെ ബലപ്പെടുത്തുന്നു. നമുക്ക് ഏതൊരു ആവശ്യമുണ്ടോ അതിനകത്ത് കർത്താവിൻ്റെ വചനം നമുക്ക് ഇടപെട്ട് നമുക്ക് സ്വസ്ഥത തരുന്നു, പരിഹാരം തരുന്നു, ഒക്കെ ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മൾ ജീവിതത്തിനെയൊക്കെ നോക്കിയാൽ എല്ലാവരുടെയും ജീവിതത്തിനകത്ത് എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളൊക്കെ കാണും. പക്ഷേ ആ വിഷയങ്ങളൊന്നും സാരമില്ല. ആ വിഷയങ്ങൾക്കകത്തെല്ലാം പോക്കുവഴി തരുന്ന ഒരു നല്ല കർത്താവ്. വളഞ്ഞതും പൊളഞ്ഞതും ഒക്കെ കാണും ജീവിതത്തിനകത്ത്. ചിലപ്പം ജീവിതം മുന്നോട്ട് പോകുന്ന വഴികളിലൊക്കെ നല്ലതായിട്ട് കിട്ടിയതിനെയൊക്കെ ലോകത്തിൻ്റെ അവസ്ഥകളൊക്കെ മലിനപ്പെടുത്തി കളയാറുണ്ട്. സ്തോത്രം. ജീവിതങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറം ആയിത്തീരാറുണ്ട്. സ്വപ്നം കണ്ടതിന് അല്ലാത്ത വിധം ആയിത്തീരുന്നുണ്ട്. സ്തോത്രം. പക്ഷേ ഇന്ന് ദൈവവചനത്തിനകത്ത് എവിടെ നമ്മൾ നോക്കിയാലും നമുക്ക് ദൈവവചനം ഭയങ്കര ശക്തിയും ബലവും നൽകുന്ന ദൈവവചനമാണ്. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും നമ്മൾ പറയും, ആൾക്കാരൊക്കെ പറയും, നമ്മളുടെ ഓരോ വിഷയങ്ങൾ നോക്കിയിട്ട് മറ്റുള്ളവരുടെ വിഷയങ്ങൾ നോക്കിയിട്ട് നമ്മൾ പറയും, അവരുടെ ഓരോ വിഷയങ്ങൾ കണ്ടോ, അതിൻ്റെ മുമ്പിൽ എൻ്റെ വിഷയങ്ങളൊന്നും സാരമില്ല എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. എന്നുവെച്ചാൽ നമ്മളെയൊക്കെ എത്ര നല്ലതായിട്ടാണ് കർത്താവ് കൊണ്ട് നടക്കുന്നത്. എത്ര പ്രതിസന്ധി വന്നാലും എത്ര വിഷയങ്ങൾ വന്നാലും എൻ്റെ കർത്താവ് നമ്മളെ ഒരിക്കലും കൈവിടാതെയും നമ്മളെ വിട്ടുകളയാതെയും സ്തോത്രം നമുക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നും അറിഞ്ഞിട്ടില്ലാത്ത വണ്ണം, ഒന്നും നമ്മളെ തൊട്ടിട്ടില്ലാത്ത വണ്ണം നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാറുണ്ട്. നമ്മൾ നോക്കിയിട്ട് നമ്മുടെ ജീവിതമൊക്കെ നോക്കിയിട്ട് നമ്മൾ പറയാറുണ്ട്. പലപ്പോഴും നന്ദി പറയുന്നതിൻ്റെ കൂടെ പറയാറുണ്ട്, സ്തോത്രം കർത്താവേ, നീ എന്നെ നടത്തിയല്ലോ, നീ ഇത്രത്തോളം എന്നെ ആക്കിയെടുത്തല്ലോ, എനിക്ക് ഇത്രത്തോളം നൽകിയല്ലോ എന്ന്. സ്തോത്രം. ഇതോർത്തൊന്ന് നമുക്ക് സ്തോത്രം പറയാം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് വിശ്വസ്തയോടെ, നമ്മൾ വിശ്വസ്തത കാണിച്ചില്ലേലും കർത്താവ് ഭയങ്കര വിശ്വസ്തനാണ്. കർത്താവിൻ്റെ വിശ്വസ്തത ഒരിക്കലും മാറിപ്പോകാതെ നമ്മളെ നിലനിർത്തി അത്ഭുത വഴികളൊക്കെ തുറന്നു തന്ന് അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചതിനെ ഓർത്ത് കർത്താവിന് സ്തോത്രം പറയാം. ഹല്ലേലൂയ. കർത്താവിനോട് 1000 നന്ദി പറയാം. ജീവിതത്തിനകത്ത് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. എന്നുവെച്ചാൽ യേശു നമ്മളെ നടത്തിയ വിധങ്ങൾ ഓർത്താൽ, ഹല്ലേലൂയ, യേശു നമ്മളെ കരുതിയ കരുതലോർത്താൽ, നമ്മൾ മരിച്ചു പോകാതെ, തീർന്നു പോകാതെ, നശിച്ചു പോകാതെ നമ്മളെ ഓരോരുത്തരെയും ഉള്ളം കരുത്തിൽ കൊണ്ട് നടത്തിയ കർത്താവിൻ്റെ വലിയ വിശ്വസ്തതയോർത്ത് നമുക്ക് സ്തോത്രം പറയാം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിൻ്റെ നല്ല വചനത്തിനകത്തേക്ക് കയറുമ്പം യെശയ്യാവിൻ്റെ 40-നകത്ത് ഹല്ലേലൂയ അതിൻ്റെ 1 തൊട്ട് 5 വരെയുള്ള വാക്യങ്ങൾ നോക്കുമ്പം ഇത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കർത്താവിൻ്റെ വചനത്തിലൂടെ നമ്മളോട് ഓരോരുത്തരോടും ഇടപെടുക. ഹല്ലേലൂയ. എത്ര ആഴമേറിയ വിഷയമാണെങ്കിലും ഞാൻ പറയട്ടെ, എൻ്റെ യേശുവിൻ്റെ കയ്യിൽ മറുപടി ഉണ്ട്. ദർ ഈസ് നത്തിങ് ദാറ്റ് ഹാസ് നോ സൊല്യൂഷൻ. ഹല്ലേലൂയ. ഉത്തരമില്ലാത്ത അല്ലെങ്കിൽ നേരെ ആകാൻ പറ്റാത്ത ഒറ്റ കാര്യവുമില്ല ഈ ഭൂമിയിൽ. ആർക്കാണെന്നറിയോ? യേശുവിനോട് പറ്റിച്ചേർന്നിരിക്കുന്നവർ. ഈ ലോകത്ത് എത്ര പേരുണ്ട് ഈ ഒരു ഭാഗ്യം കിട്ടാതെ അല്ലെങ്കിൽ അറിവില്ലാതെ പോയത് കാരണം അവർ ജീവിതത്തിനകത്ത് പ്രയാസങ്ങളും പ്രതികൂലങ്ങളും വരുമ്പോൾ അവർ ജീവിതത്തിനോട് തന്നെ ഗുഡ് ബൈ പറഞ്ഞേച്ച് ഓടിപ്പോകുന്നവരുണ്ടല്ലേ. ഇന്ന് നമ്മൾ ഓരോ ആത്മാക്കൾക്കും വില കൊടുത്ത് നിൽക്കേണ്ടവരാ. സ്തോത്രം. അപ്പം കർത്താവിൻ്റെ വചനം ഇങ്ങനെ യെശയ്യാവിൻ്റെ 40-ന്റെ 1 തൊട്ട് വായിക്കുമ്പം അതിൻ്റെ 1ഉം 2ഉം വചനങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്. ആ വചനം തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാ, കംഫർട്ട് കംഫർട്ട് മൈ പീപ്പിൾ സേസ് യുവർ ഗോഡ്. അതൊന്ന് മലയാളത്തിൽ വായിച്ചേ. 1, എന്റെ ജനത്തെ ആശ്വസിപ്പിക്കുവിൻ ആശ്വസിപ്പിക്കുവിൻ എന്ന് ദൈവം അരുളി ചെയ്യുന്നു. കണ്ടോ, കർത്താവ് തന്നെ പറയാ, എൻ്റെ ജനത്തിനെ ആശ്വസിപ്പിക്കൻ. ഹല്ലേലൂയ. കംഫർട്ട് മൈ പീപ്പിൾ. ഹല്ലേലൂയ. എന്നിട്ട് അതിൻ്റെ 2ാം വാക്യം പറയാ, സ്പീക്ക് ടെൻഡർലി ടു ജെറുസലേം. Tell her that her sad days are gone and her sins are pardoned. Yes, the Lord has punished her twice over for all her sins. എന്ന് വായിച്ചേ. എൻ്റെ 2. യെരൂശലേമിനോട് ആദരവോടെ സംസാരിച്ചു. എങ്ങനെയാ സംസാരിക്കണ്ടേ? ആദരവോടെ. സ്പീക്ക് ടെൻഡർലി ടു ഹർ. ബഹുമാനത്തോടെ, സ്നേഹത്തോടെ, തലോടലോടെ. ആ ശബ്ദത്തിനകത്ത് തന്നെ തലോടലും സ്നേഹത്തോടെയും സംസാരിക്കാൻ ആരാ പറയുന്നേ?
സർവശക്തനായ ദൈവം യെശയ്യാവിനോട് പറയുക, അവളോട് സ്നേഹത്തോടെ സംസാരിക്കുക, ആദരവോടെ സംസാരിക്കുക. എന്തിനാ അങ്ങനെ സംസാരിക്കേണ്ടത്? വായിച്ച് 2. അവളുടെ യുദ്ധസേവ കഴിഞ്ഞും അവളുടെ അകൃത്യം മോചിക്കപ്പെട്ടും അവൾ തന്റെ സകല പാപങ്ങൾക്കും പകരം യഹോവയുടെ കയ്യിൽ നിന്ന് ഇരട്ടിയായി പ്രാപിച്ചുമിരിക്കുന്നു എന്ന് അവളോട് പറ. അവളുടെ സങ്കട ദിവസങ്ങളെല്ലാം മാറിപ്പോയി, അവളുടെ പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെട്ടു. ഹല്ലേലൂയ. ഇന്ന് ഹല്ലേലൂയ, ആമേൻ, നമ്മുടെ പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെട്ടു. എന്നിട്ട് അവിടെ ഒരു വാക്യം കിടക്കുന്നു, യെരുസലേമിനെ നന്നായി ശിക്ഷിച്ചു. ഹല്ലേലൂയ. പക്ഷെ ഇന്ന് നമ്മൾ ദൈവമക്കളാ, നമ്മൾ ഏൽക്കേണ്ട ശിക്ഷ കർത്താവ് ഏറ്റു. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ ജീവിതത്തിനകത്തൊക്കെ നമ്മളൊക്കെ പറഞ്ഞതും എടുത്തതും ചെയ്തതും വന്ന വഴികളും പാരമ്പര്യങ്ങളും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്നും രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല, ഒരു വിധവുമില്ല. പക്ഷെ കർത്താവ് എനിക്കും നിങ്ങൾക്കും വേണ്ടി മരണശിക്ഷ ഏറ്റു. സ്തോത്രം. എന്നോടൊക്കെ ഒരു കാലത്തൊക്കെ ചോദിച്ചപ്പം ഞാൻ എവിടെ പോവും, സ്വർഗത്തിൽ പോവോ നരകത്തിൽ പോവോ എന്നൊക്കെ, അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ തന്നെ ചിന്തിച്ചിട്ടുണ്ട്, സ്വർഗത്തിൽ പോവോ നരകത്തിൽ പോവോ എന്നൊക്കെ. വിഗ്രഹങ്ങളെയൊക്കെ സേവിച്ച് കിടന്ന കാലത്തൊക്കെ ഞാൻ അന്നും ഞങ്ങളുടെ കുടുംബത്തിൽ അന്നും ഭയങ്കര പ്രാർത്ഥനയാണ്. ആ ഒരു തലമുറയെ എഴുന്നേൽപ്പിക്കണമെങ്കിൽ കർത്താവ് ചിലപ്പം ചിന്തകൾ ഇട്ട് കൊടുക്കും, അല്ലേ? അങ്ങനെ ചിന്ത ഇട്ട് തന്നിട്ടുണ്ട് എൻ്റെ മനസ്സിനകത്തൊക്കെ. എവിടെ പോവും മരിച്ചു കഴിയുമ്പം? അപ്പം ഞാൻ ഓർത്തിട്ടുണ്ട്, ഇനിയും അഥവാ മനുഷ്യനായിട്ട് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇനി അടുത്ത ജന്മം. ഞങ്ങൾ അന്നത്തെ ഇതിൽ ഞങ്ങൾ അടുത്ത ജന്മമൊക്കെ വിശ്വസിക്കുന്നവരായിരുന്നു. അപ്പം വീട്ടിലൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, നല്ല പ്രവൃത്തി ഒന്നും ചെയ്തില്ലെങ്കിൽ പുഴുവായും ഇരയായും ഒക്കെ ജനിക്കുമെന്ന്, പൂച്ചയായിട്ടും എലിയായിട്ടും ഒക്കെ. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ദൈവമേ, എനിക്ക് അങ്ങനെയൊന്നും പൂച്ച എലിയായിട്ടൊന്നും ജനിക്കണ്ട, നല്ല പ്രവൃത്തി ചെയ്തെങ്കിൽ. അവൻ പ്രവൃത്തികളുടെ മേലിൽ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. കുറേ പ്രവൃത്തികൾ, കർമ്മങ്ങൾ ചെയ്താൽ, ഇങ്ങനെ ആചാരങ്ങളൊക്കെ ചെയ്താൽ അങ്ങനെ സ്വർഗത്തിൽ പോകാം, അല്ലെങ്കിൽ അവിടെ പോയിരിക്കാം, പുനർജന്മം എന്നൊക്കെ പറഞ്ഞ് വിശ്വസിക്കുമായിരുന്നു. പക്ഷെ യേശുവിൽ വന്നപ്പം നന്നായിട്ട് മനസ്സിലായി, എൻ്റെ പ്രവൃത്തികളല്ല, പക്ഷേ എൻ്റെ വിശ്വാസമാണ്. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഒരുവൻ എഴുന്നേറ്റ് ഇന്ന് വാഴുന്നത് കൊണ്ട്, ഹല്ലേലൂയ, ഈ ക്രിസ്തുവിൽ ഒന്ന് വിശ്വസിച്ചത് കൊണ്ട് ജീവിതം സ്വർഗത്തിലേക്ക് തന്നെ മരിച്ചടക്കപ്പെട്ട് കഴിയുമ്പം പോകും എന്നൊരു ഉറപ്പുണ്ടായി. ഈ ഉറപ്പാ നമ്മളെ ദിനം തോറും വഴി നടത്തുന്നത്, അല്ലേ? ഞാൻ കുറേ കർമ്മങ്ങൾ ചെയ്യണ്ട, കുറേ സ്റ്റെപ്പുകൾ എടുക്കണ്ട, കുറേ ആചാരങ്ങൾ അനുഷ്ഠിക്കേണ്ട. ഒറ്റ കാര്യം ചെയ്താൽ മതി, വിശ്വാസത്തിലും സ്നേഹത്തിലും എൻ്റെ കർത്താവിനെ സേവിച്ചാൽ മതി. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് നരകത്തിൽ വരെയും പോയി ആത്മാക്കളോട് സംസാരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് സ്വർഗത്തിലിരിക്കുന്നത്. ഇത് ഞാൻ വിശ്വസിക്കുമ്പോൾ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി സകലതും ചെയ്തു എന്നുള്ളത് എന്നെ എത്ര ധൈര്യപ്പെടുത്തുന്നു, അല്ലയോ? ഈ ധൈര്യം നമ്മളെയൊക്കെ എത്ര അധികം ബലപ്പെടുത്തുന്നു. സ്തോത്രം. അല്ലേ? അപ്പം കർത്താവിൻ്റെ വചനം പറയുന്നു, അവളുടെ സങ്കട ദിവസങ്ങളെല്ലാം പോയി. ഹല്ലേലൂയ. യെരുശലേമിനോട് പറ, അവളുടെ പാപങ്ങൾ സകലതും മോചിക്കപ്പെട്ടു. ഹല്ലേലൂയ. നമ്മുടെ ഓരോരുത്തരുടെയും നിരാശയുടെ സമയങ്ങളെല്ലാം പോയി, കഴിഞ്ഞുപോയി. ഇനി ഒരിക്കലും നിരാശ, നാം ക്രിസ്തുവിലായതുകൊണ്ട് ഇനി നമുക്ക് നിരാശയില്ല. ഹല്ലേലൂയ. പറഞ്ഞ് എന്നെ നിരാശ തോൽപ്പിക്കത്തില്ല. അല്ലെ, എൻ്റെ ജീവിതത്തിനകത്ത് നന്മ മാത്രമേ ഉള്ളെന്നൊന്ന് പറഞ്ഞേ. സ്തോത്രം. എന്താ? നല്ല ദൈവത്തിനെ സേവിക്കുമ്പോൾ നല്ലത് മാത്രമേ ജീവിതത്തിൽ വരത്തുള്ളൂ. വാ തുറന്നൊന്ന് പറഞ്ഞേ, എൻ്റെ ജീവിതത്തിൽ നല്ലത് മാത്രമേ വരത്തുള്ളൂ എന്ന്. ഹല്ലേലൂയ. സ്തോത്രം. നല്ലത് മാത്രമേ വരത്തുള്ളൂ. അതാ കർത്താവ് പറഞ്ഞത്, നന്മയും കരുണയും ആയുഷ്കാലം മൊത്തം നിന്നെ പിന്തുടരുമെന്ന്. ഹല്ലേലൂയ. എത്ര പ്രതിസന്ധി വന്നാലും അതിനകത്തൊരു ധൈര്യം കർത്താവ് തരുന്നത്, അല്ല, ഇതൊക്കെ അങ്ങ് മാറിപ്പോകും. ഹല്ലേലൂയ. നന്മയും കരുണയും മാത്രമേ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവത്തുള്ളൂ, നല്ലത് മാത്രമേ വരത്തുള്ളൂ എൻ്റെ ജീവിതത്തിൽ. സ്തോത്രം. ഹല്ലേലൂയ. എന്നിട്ട് അവിടെ യെശയ്യാവിൻ്റെ 40, അപ്പം നമുക്ക് സന്തോഷിക്കാൻ വകയുണ്ടല്ലേ? സങ്കടങ്ങൾ മാറി, നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടു. എന്നിട്ട് അതിൻ്റെ യെശയ്യാ 40 ഹല്ലേലൂയ, അതിനകത്ത് 3-4 വാക്യങ്ങൾക്കകത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, വഴിവെട്ടുവൻ. എവിടാ?
ഒന്ന് വായിച്ചേ, 3 ഒന്ന് വായിച്ചേ. മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുന്നു, വഴിയൊരുക്കുവൻ. നിർജ്ജനപ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി. അപ്പൊ എവിടൊക്കെയാ? മരുഭൂമിക്കകത്തും നിർജ്ജന പ്രദേശത്തകത്തും. ഹല്ലിയ. ചിലപ്പം ജീവിതമൊക്കെ നോക്കുമ്പോൾ മരുഭൂമി പോലെ ആയിരിക്കും കിടക്കുന്നത്, നിർജ്ജന പ്രദേശം പോലെ ആയിരിക്കും കിടക്കുന്നത്. ഇനി എന്നാ കർത്താവെ ഇതിനകത്തൊരു വിടുതൽ കിട്ടുന്നേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കാറുണ്ട് അല്ലേ? പക്ഷേ ഹല്ലിയ, കർത്താവ് കൂടെ ഉള്ളത് കാരണം ഞാൻ പറയാം, എങ്ങനെയെങ്കിലും കർത്താവ് വഴി തുറക്കും, എങ്ങനെയെങ്കിലും ദൈവം വാതിലുകൾ തുറക്കും. സ്തോത്രം. ഹല്ലിയ. എങ്ങനെ ഏത് വിധത്തിലാണെങ്കിലും എനിക്കും നിങ്ങൾക്കും വേണ്ടി കർത്താവ് പ്രവർത്തിച്ചില്ലെങ്കിൽ വേറെ ആർക്ക് വേണ്ടിയാ കർത്താവ് പ്രവർത്തിക്കുന്നത്? സ്തോത്രം. എത്ര വിഷയമാണെങ്കിലും അതിനകത്തൂടെ വഴി വെട്ടി ഒരുക്കി തരുവ തന്നെ ചെയ്യും. സ്തോത്രം. ഹല്ലിയ. ഒരിക്കലും കൈവിടത്തില്ല, ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല. അത്ഭുത വഴികളും വാതിലുകളും കർത്താവ് തുറക്കും. ഹല്ലിയ. ഇവിടെ വചനം കിടക്കുന്ന മരുഭൂമിക്കകത്തും നിർജ്ജന പ്രദേശത്തകത്തും ആരും കയറി ചെല്ലത്തില്ല അല്ലേ? മരുഭൂമിക്കകത്തേക്ക് ഒരു വ്യക്തികളും കയറി ചെല്ലത്തില്ല. പക്ഷേ നോക്കിക്കേ, ഇസ്രായേൽ ജനം മരുഭൂമിക്കകത്തേക്ക് കയറിയപ്പോഴാ ദൂതൻ മുൻപിലും പുറകിലും ഇറങ്ങി അങ്ങോട്ട് നിന്നത്. ഹല്ലേലൂയ. എന്തിനാണെന്നറിയാം? അവരെ വാക്യൂം ചെയ്തു, അതിനകത്തേക്ക് നന്മകൾ ഒഴുക്കി കൊടുത്തോണ്ടേയിരുന്നു. ഇന്ന് നിങ്ങളുടെയും എൻ്റെയും ജീവിതം പരിശുദ്ധ ആത്മാവിനാൽ മുദ്രയിടപ്പെട്ട് ഹല്ലിയ, എൻ്റെയും നിങ്ങളുടെയും ജീവിതം കർത്താവിനോട് പറ്റിച്ചേർന്ന് ഹല്ലിയ ഇത്ര അനുഗ്രഹമാക്കി നിർത്തുമ്പോൾ ഹല്ലിയ നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് നന്മ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. സ്തോത്രം. വി ആർ സീൽഡ് ബൈ ദ ഹോലി സ്പിരിറ്റ്. പരിശുദ്ധ ആത്മാവിനാൽ മുദ്രയിട്ടപ്പെട്ടതാ ഹല്ലിയ. ദൈവത്തിൻ്റെ അടയാളം നമ്മുടെ മേലുണ്ട്. അതുകൊണ്ട് ഹല്ലിയ നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് നന്മ മാത്രമേ വരത്തുള്ളൂ. മരുഭൂമി പോലത്തെ വിഷയങ്ങൾക്കകത്ത് കർത്താവിൻ്റെ പ്രൊവിഷൻ കാണാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ. ഏറ്റവും വലിയ പ്രതിസന്ധിക്കകത്ത് കർത്താവിൻ്റെ കരം വെളിപ്പെട്ട് നിൽക്കുന്നത്. ഹല്ലിയ. പ്രതിസന്ധിയും പ്രശ്നങ്ങളും ഒക്കെ നേരിടുമ്പോൾ അവിടെ നോക്കണം കർത്താവിൻ്റെ കരം എവിടെ എനിക്ക് കാണാൻ സാധിക്കുന്നത്, അവിടെ നോക്കണം. ഹല്ലിയ. ആ പ്രതിസന്ധിക്കകത്ത് നോക്കണം ദൈവത്തിൻ്റെ സ്വർഗീയ പ്രൊവിഷൻസ് എവിടെയാണെന്ന്. ഹല്ലിയ. കർത്താവ് എവിടെ എനിക്ക് വഴി ഒരുക്കിയിരിക്കുന്നതെന്ന്. ഹല്ലേലൂയ. വഴി ഒരുക്കും എന്ന് പറഞ്ഞവൻ വഴി ഒരുക്കാതെ പോകത്തില്ല, വാതിൽ തുറക്കാതെ പോകത്തില്ല. ഹല്ലിയ. കരുതി വെക്കാതെ പോകത്തില്ല. ഹല്ലിയ. തിരിഞ്ഞ് നടക്കത്തില്ല. ഹല്ലിയ. മുഖം മറയ്ക്കത്തില്ല എൻ്റെ ദൈവം. ഹല്ലിയ. ഒറ്റക്കിട്ടേച്ച് പോകത്തില്ല. 10 പേരോട് ചോദിച്ച് നടക്കേണ്ട ഗതികേട് ഉണ്ടാക്കത്തില്ല എൻ്റെ കർത്താവ്, ഉറപ്പാ. ഹല്ലിയ. അപ്പം പറയുന്നു നിർജ്ജന പ്രദേശത്തകത്തും മരുഭൂമിക്കകത്തും വഴി ഒരുക്കുവൻ, വഴി വെട്ടുവൻ. എന്നിട്ട് അതിൻ്റെ 4 പറയുന്നു, എല്ലാ താഴ്വരയും നികന്നും, താഴ്വരകൾ നികന്നും, എല്ലാ മലയും കുന്നും താണും വന്ന് വളഞ്ഞത് ചൊവ്വയും സമമായും തീരും. ആമേൻ. സ്തോത്രം. ഹല്ലിയ. ഇന്ന് ഒന്ന് പ്രിപ്പയർ ചെയ്തേ, ദൈവത്തിൻ്റെ അത്ഭുതം ഒന്ന് കാണാനായിട്ടൊന്ന് സ്വന്തമായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്തേ. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം പറയുന്ന താഴ്വരകൾ നിറഞ്ഞ് കവിയുമോ? നമ്മളൊക്കെ ബസ്സിലൊക്കെ ഞാൻ പോകുമ്പം കണ്ടിട്ടുണ്ട്, ഡ്രൈവ് ചെയ്തൊക്കെ പോകുമ്പം നാട്ടിൽ ഈ വലിയ ഇങ്ങനെ വളഞ്ഞ വഴികളുടെ താഴെയൊക്കെ ഇങ്ങനെ വാലി പോലെ കിടക്കുന്ന മലകളുടെ ആ താണ സ്ഥലങ്ങൾ. ഈ വചനം വായിക്കുമ്പോൾ ഒക്കെ ഞാനിങ്ങനെ ചിന്തിക്കും, അത്രയും താണ് കിടക്കുന്ന സ്ഥലമൊക്കെ മഴ പെയ്യുമ്പോൾ നിറയാൻ പറ്റുമോ? എത്രയോ അടി താഴ്ചയില ആ ഏരിയകളൊക്കെ കിടക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ കിളർച്ചയുള്ള സ്ഥലത്തൂടെ മലപ്രദേശങ്ങളിലൊക്കെ പോകുമ്പോൾ താഴെ റോഡിൻ്റെ അപ്പുറത്തൊക്കെ താഴോട്ട് താണ കിടക്കുന്നത്. വചനം പറയുക ഈ വാലീസ് ഒക്കെ നിറയുമെന്ന്, അത്രയധികം ദൈവം നിറയ്ക്കുമെന്ന്. ഹല്ലേലൂയ. ഇത്ര ശൂന്യമായി കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ എങ്ങനെയാണ് നിറയാൻ പറ്റുന്നത്? ഹല്ലേലൂയ. ഇങ്ങനെ ആഴത്തിൽ കിടക്കുന്നതൊക്കെ ഒരു മഴ വീണാൽ വെള്ളപ്പൊക്കത്തിൽ ഒക്കെ നിറയുമോ? നാട്ടിൽ വന്ന വെള്ളപ്പൊക്കത്തിൽ പോലും ആ പ്രദേശങ്ങളൊന്നും കവിഞ്ഞ് കാണത്തില്ല അല്ലേ? റോഡിൻ്റെ അപ്പുറത്തോട്ട് അവരുടെ ആ വെള്ളമൊന്നും വന്ന് കാണത്തില്ല. പക്ഷെ വചനം പറയുന്നു നിറയുമെന്ന്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ അസാധ്യമായത് സാധ്യമാക്കി തീരുവെന്ന്. ഹല്ലേലൂയ. ഒരിക്കലും നടക്കത്തില്ല എന്നൊക്കെ പറയുന്നത് നടക്കുമെന്ന്. ഹല്ലേലൂയ. എന്നിട്ട് പറയുകയാണ്, സ്തോത്രം, മലകളും കുന്നുകളും ഒക്കെ സമഭൂമിയായി തീരും. ഹല്ലേലൂയ. അതൊക്കെ എന്നിട്ട് വളഞ്ഞതൊക്കെ നേരെയായി വരും. ഹല്ലേലൂയ. വളഞ്ഞതൊക്കെ എങ്ങനെ നേരെയാകാനാ? സ്തോത്രം. മല പോലെ നിൽക്കുന്നതൊക്കെ എങ്ങനെ തവിടുപൊടിയായി പോകാനാ? പക്ഷെ കർത്താവിൻ്റെ ശക്തി ഇറങ്ങുമ്പോൾ ഹല്ലേലൂയ നടക്കാൻ പറ്റാത്തതൊക്കെ നടക്കുമെന്നേ. ഹല്ലേലൂയ. അസാധ്യമായതൊക്കെ സാധ്യമാകുമെന്നേ. ഇതിനാണ്
ഇതിനാണ് സൂപ്പർ നാച്ചുറൽ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇതിനാണ് ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തപരമായി നൽകും ചെയ്യും എന്ന് കർത്താവിൻ്റെ വചനം പറയുന്നത്. ഹല്ലേലൂയ. നമ്മൾക്ക് പറ്റത്തില്ല, നമ്മുടെ ചിന്തയ്ക്കകത്ത് നടക്കത്തില്ല, പക്ഷെ കർത്താവിനാൽ അസാധ്യമായി ഒന്നുമില്ല. ഈ വചനം വായിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ ഗോസ്പൽസ് പഠിക്കുമ്പം, സുവിശേഷ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ ചില വളഞ്ഞതും ഒടിഞ്ഞതും ഒരിക്കലും നേരെ ആകാത്തതും ഗർഭത്തിൽ തന്നെ പ്രശ്നമായി കിടന്നതും ഒക്കെയുള്ള ചില കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. നമ്മൾ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിനകത്ത് വരുമ്പോൾ ഹല്ലേലൂയ, അതിനകത്ത് ഒരു വ്യക്തിയുണ്ട്, ഒരു കൈ വളഞ്ഞ ഒരു വ്യക്തി. അയാൾ ജന്മനാലെ കൈ വളഞ്ഞ ഒരു വ്യക്തിയായിരുന്നു. സ്തോത്രം. നമുക്ക് അവിടെ നിന്ന് വരാം. 12-ാം അധ്യായം അതിൻ്റെ 9-ാം തിരുവചനം തൊട്ട് വായിക്കുമ്പോൾ വചനം എഴുതിയിരിക്കുന്നു, യേശു കർത്താവ് ഒരു കൈ വളഞ്ഞ് ശോഷിച്ചെന്നാണ് തോന്നുന്നു, ഡിഫോംഡ് ഹാൻഡ് അല്ലേ. ശോഷിച്ചതെന്ന് പറഞ്ഞാൽ ജന്മനാലെ അവൻ്റെ കൈ ശോഷിച്ചതായിരുന്നു, വളഞ്ഞതായിരുന്നു. അവൻ്റെ ആ കൈയും കൊണ്ട് അവൻ പുറത്തിറങ്ങിയിട്ടുള്ളപ്പം ഉറപ്പായിട്ടും അന്നത്തെ കാലത്തെ ആൾക്കാരും ഇന്നത്തെ കാലത്തെ ആൾക്കാരും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഉറപ്പായിട്ടും അവൻ കുഞ്ഞായിരുന്നപ്പം അവനെ മറ്റു കുഞ്ഞുങ്ങളൊക്കെ നോക്കി അവനെ കളിയാക്കിയിട്ടുണ്ടാവും അല്ലേ. കുഞ്ഞുങ്ങളൊക്കെ ഭയങ്കര ക്രൂവല അല്ലേ. ആ കുഞ്ഞുങ്ങളെയൊക്കെ ശ്രദ്ധിച്ചു നോക്കണം. അവർ ഉള്ളവരെയൊക്കെ കളിയാക്കും, അവരെ പോലെ അല്ലാത്തവരെയൊക്കെ കളിയാക്കും. അവനെ കളിയാക്കിയിട്ടുണ്ടാവും. അവനോട് മറ്റുള്ളവർ, അവൻ പ്രായമായപ്പം ആൾക്കാർ പറഞ്ഞു കാണും, നിനക്ക് എങ്ങനെ ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റും, നിന്നെ എങ്ങനെ എടുക്കും, നിന്റെ ഇങ്ങനെയല്ലേ നിന്റെ കൈകൾ എന്നൊക്കെ അവനോട് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. അവൻ ഇതും കൊണ്ട് ജീവിച്ചിട്ടുണ്ട്. മറ്റുള്ളവർ ഭാരം എടുക്കുമ്പം അവൻ എടുക്കാൻ പറ്റാതെ അവൻ വിഷമിച്ചിട്ടുണ്ട്. അവൻ ഒരുപക്ഷെ അവനെ തന്നെ നോക്കിയിട്ട് പറഞ്ഞിട്ടുണ്ടാവും, എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടാവും അല്ലേ. അവൻ്റെ ഈ വളഞ്ഞ കൈയും ഉപയോഗമില്ലാത്ത കൈയും കൊണ്ട് അവനൊന്നും സാധ്യമല്ല. സ്തോത്രം. അവന് കുടുംബജീവിതം പോലും ആരും അവനെ കല്യാണം കഴിക്കാൻ പോലും വന്നിട്ടുണ്ടാവത്തില്ല, അവൻ ഈ ഡിഫോമിറ്റി ഉള്ളത് കാരണം. പക്ഷേ കർത്താവിൻ്റെ വചനം പറയുന്നു, ഹല്ലേലൂയ, യേശു കർത്താവ് അവനെ കണ്ടു. അവനെ കണ്ടിട്ട് അവൻ്റെ കൈ തൊട്ടിട്ട് ഹല്ലേലൂയ, അവൻ്റെ കൈ ഒന്ന് നീട്ടാൻ പറഞ്ഞു. വളഞ്ഞ് പൊളഞ്ഞ കൈ ഒന്ന് നീട്ടിയപ്പോഴത്തേക്ക് ആ കൈ നേരെയായി. സ്തോത്രം. കർത്താവിന് നേരെയാക്കാൻ പറ്റാത്തതൊന്നുമില്ല. ചിലപ്പോൾ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ മുടന്തുള്ളതായിരിക്കും. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ചിലവർ പറയും, ഓ ആ കുഞ്ഞ് ജനിച്ചത് അതിന് വലിയ ബുദ്ധിയൊന്നുമില്ല എന്ന് പറയും. പക്ഷേ എൻ്റെ കർത്താവിന് ആ ബുദ്ധി ഇല്ലാത്തതിനെ ബുദ്ധിയുള്ളതാക്കി തീർക്കാൻ സാധിക്കുമെന്നേ. ഹല്ലേലൂയ. ജന്മനാലുള്ള ഏത് മുടന്ത് എൻ്റെ കർത്താവിന് മാറ്റാമെങ്കിൽ ഇന്ന് ഭൂമിയിലുള്ള സകല വിഷയത്തിനെയും എൻ്റെ കർത്താവിന് മാറ്റാം. ഹല്ലേലൂയ. ഇന്ന് ഭൂമിയിൽ കാണുന്ന പല വിഷയങ്ങളെയും ഓർത്ത് ഭാരപ്പെടുന്നവരോട് ഞാൻ പറയട്ടെ, അല്ല ഇതെങ്ങനെ നേരെയാകും എന്നൊക്കെ, ചില സ്വഭാവങ്ങൾ കണ്ടിട്ട് ഇത് എങ്ങനെ നേരെയാകും എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിൽപ്പുണ്ടെങ്കിൽ ഹല്ലേലൂയ, ഞാൻ പറയട്ടെ, ഞാൻ ഇന്നൊരു ഉറപ്പും ധൈര്യവും പറയട്ടെ. സ്തോത്രം. എൻ്റെ കർത്താവിൻ്റെ കയ്യിൽ നേരെയാക്കാൻ പറ്റാത്തത് ഒന്നുമില്ല. ഹല്ലേലൂയ. എൻ്റെ കർത്താവിൻ്റെ കയ്യിലോട്ടൊന്ന് കൊടുത്തേ. ഈ ചെറുപ്പക്കാരൻ ചെന്നിട്ട് അവൻ്റെ കൈയാ യേശുവിൻ്റെ കയ്യിലോട്ട് കൊടുത്തത്. സ്തോത്രം. ഹല്ലേലൂയ. അവൻ്റെ കൈ കൊടുത്തപ്പോഴത്തേക്ക് വളഞ്ഞതിനെ നേരെയാക്കി എൻ്റെ ദൈവം. ഇന്ന് ജീവിതത്തിനകത്ത് എവിടൊക്കെയാണോ വളഞ്ഞു കിടക്കുന്നത്, ഇന്ന് ജീവിതത്തിനകത്ത് എവിടൊക്കെയാണോ നിർജ്ജന പ്രദേശമായി കിടക്കുന്നത്, ഇന്ന് ജീവിതത്തിൽ എവിടൊക്കെയാണോ മരുഭൂമിയായി കിടക്കുന്നത്, സ്തോത്രം, അതിനെയൊക്കെ എൻ്റെ കർത്താവിൻ്റെ കയ്യിലോട്ടൊന്ന് കൊടുത്തേ. ചിലപ്പം വ്യക്തികളായിരിക്കും, സാഹചര്യങ്ങളായിരിക്കും, വിഷയങ്ങളായിരിക്കും. ഒന്ന് എൻ്റെ കർത്താവിൻ്റെ കയ്യിലോട്ട് ഈ സമയം പ്രാർത്ഥനയോടെ നമ്മൾ ഇരിക്കുമ്പോൾ ഒന്ന് കർത്താവിൻ്റെ കയ്യിലോട്ട് കൊടുത്തേ. ഇന്നൊന്ന് കണ്ടേ ഹല്ലേലൂയ അതൊക്കെ ഒന്ന് നേരെയാവുന്നത്. ഇന്ന് കണ്ടേ ഹല്ലേലൂയ ശൂന്യമായി കിടക്കുന്നതൊക്കെ നിറയുന്നതൊന്ന് കണ്ടേ. ഹല്ലേലൂയ ഇന്നൊന്ന് കണ്ടേ ജീവിതത്തിനകത്ത് തടസ്സപ്പെട്ട് നിൽക്കുന്നതൊക്കെ ഹല്ലേലൂയ മല പോലത്തെ വിഷയങ്ങളൊക്കെ നേരെയാകുന്നത് ഒന്ന് കണ്ടേ. സ്തോത്രം. ചില വ്യക്തികളൊക്കെ വളഞ്ഞ വിധത്തിലായിരിക്കും ജീവിക്കുന്നത്. നിങ്ങളിന്ന് പറയുന്നുണ്ടായിരിക്കും, അയ്യോ ആ വ്യക്തി ഒന്ന് നേരെ ആയിരുന്നെങ്കിലെന്ന്. വളഞ്ഞായിരിക്കും ജീവിതം. പക്ഷേ എൻ്റെ കർത്താവിന് പിടിച്ച് നേരെയാക്കാൻ പറ്റാത്തതൊന്നുമില്ല. സ്തോത്രം. കർത്താവിൻ്റെ കയ്യിലോട്ട് കൊടുക്കാൻ തയ്യാറാണോ? ഹല്ലേലൂയ. ഈ ചെറുപ്പക്കാരൻ അവൻ്റെ കയ്യ യേശുവിൻ്റെ കയ്യിലോട്ട് കൊടുത്തത്. സ്തോത്രം. ഇന്ന് വളഞ്ഞതും പൊളഞ്ഞതും നേരെയാകാത്തതും സാധ്യമല്ലാത്തതും ഹല്ലേലൂയ ശൂന്യമായതും ഒക്കെ ഇന്ന് കർത്താവിൻ്റെ കയ്യിലോട്ട് കൊടുത്തേ. ഇന്ന് എവിടെ ശൂന്യത അനുഭവിക്കുന്നത്? കുടുംബജീവിതത്തിലാണോ? ഹല്ലേലൂയ സാമ്പത്തികത്തിലാണോ? ഹല്ലേലൂയ ഒരു വ്യക്തിയുടെ ജീവിതമാണോ? എവിടാണ് ഇന്ന് ആ വളഞ്ഞതും പൊളഞ്ഞതും ശൂന്യതയും ഒക്കെ ആയിട്ടിരിക്കുന്നത്? ഇന്ന് യേശു കർത്താവിൻ്റെ കയ്യിലോട്ട് കൊടുക്കുമ്പോൾ ഞാൻ പറയാം, ഹല്ലേലൂയ വചനം സത്യം തന്നെയാണ്.
ഹല്ലിയ ആകാത്തതിനെയൊക്കെ നേരെയാക്കാൻ സാധിക്കും എൻ്റെ കർത്താവിന്. ഹല്ലിയ പത്രോസ് വളഞ്ഞും പൊളഞ്ഞും ഒക്കെ ചാടിയും ഒക്കെ നടന്നവനായിരുന്നു, സ്തോത്രം. പക്ഷേ പത്രോസിനെ നോക്കിയിട്ട് പത്രോസ് ആകേണ്ടത് കർത്താവ് അവനെ വിളിച്ചു. പത്രോസിനോട് പറഞ്ഞു, നീ പാറയാണെന്ന് പറഞ്ഞു. എന്താന്ന് വെച്ചാൽ ഹല്ലിയ യേശുവിന് അറിയാമായിരുന്നു അവൻ്റെ സ്വഭാവം പാറയല്ലായിരുന്നു. പത്രോസിൻ്റെ സ്വഭാവം പാറയല്ലായിരുന്നു. പത്രോസ് ഇവിടെ ചാടിയാൽ അവിടെ ചാടുന്നവനായിരുന്നു, സ്തോത്രം. ഇളകി മറിഞ്ഞ് നടക്കുന്നവനായിരുന്നു, ഹല്ലിയ എടുത്തുചാട്ടമുള്ളവനായിരുന്നു. പക്ഷെ അവനാകേണ്ടത് കർത്താവ് അവനെ വിളിച്ചു, സ്തോത്രം. കർത്താവ് വിളിച്ചു, ശീമോനെ നിന്റെ പേര് പാറയെന്ന, ഹല്ലിയ നിന്നെ ഞാൻ സെഫാസ് എന്നാ പേരിടുന്നത്. എന്താ, നീ ചാട്ടമുള്ളവനും വളഞ്ഞവനും ഒക്കെയാ, പക്ഷെ നിന്റെ സ്വഭാവത്തിനെതിരായ ഒരു വാക്കാ നിന്നെ ഞാൻ വിളിക്കുന്നത്. എന്താ, എനിക്ക് നിന്നെ അങ്ങനെ കാണണം, നിന്നെ പാറയായിട്ട് എനിക്ക് കാണണം, സ്തോത്രം. ഹല്ലിയ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ ഈ വളഞ്ഞും പൊളഞ്ഞും ചാടിയും വിശ്വസ്തതയില്ലാതെ നിന്ന പത്രോസ് എന്തോ തീർന്നു, ഒരു പാറയായി തീർന്നു. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് കർത്താവ് നമ്മളെ ഓമന പേരോടെ വിളിക്കുന്നതുണ്ട്. ദൈവ പൈതലെന്നും കുഞ്ഞെന്നും ഒക്കെ വിളിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ കൺമണിയെന്നും ദൈവത്തിൻ്റെ അവകാശിയും എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇന്ന് അവകാശിയെങ്കിൽ ഹല്ലേലൂയ സകലത്തിലും കർത്താവിൻ്റെ സകലത്തിലും അവകാശികള്, ക്രിസ്തുവിനോടൊപ്പം കൂട്ടവകാശികള്, നല്ലൊരു ജീവിതത്തിൻ്റെ അവകാശിയ, നേരാവണ്ണം പോകേണ്ട ജീവിതത്തിൻ്റെ അവകാശിയ, നന്മയുള്ള ജീവിതത്തിൻ്റെ അവകാശിയ, ഹല്ലേലൂയ, സ്വസ്ഥതയുടെയും സമാധാനത്തിൻ്റെയും ഉയർച്ചയുടെയും അനുഗ്രഹത്തിൻ്റെയും അവകാശിയ. ഇന്ന് ചിലതൊക്കെ വിളിച്ചു പറഞ്ഞ് ഹല്ലേലൂയ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത് നന്മകളൊക്കെ പ്രാപിക്കുന്ന പകൽക്കാലമായി തീരട്ടെ. ഹല്ലേലൂയ. ഞാനിന്ന് പ്രാർത്ഥിക്കുന്നു, കർത്താവെ, ഇനി കേട്ടിരിക്കുന്ന ജനങ്ങളുടെ ജീവിതത്തിനകത്ത് എവിടെയെങ്കിലും വളഞ്ഞതും പൊളഞ്ഞതും ശൂന്യമായതും നേരെയാകാത്തതും എത്ര നാൾ ശ്രമിച്ചിട്ടും ഒന്നും മറുപടി കിട്ടാത്തതും ഒക്കെ ഇന്നുണ്ടെങ്കിൽ അതൊക്കെ ആ ചെറുപ്പക്കാരൻ അവൻ്റെ കൈ വളഞ്ഞതും പൊളഞ്ഞതും അമ്മയുടെ ഉദരം തൊട്ടേ കൊള്ളാത്തതുമായ കരമെടുത്ത് യേശുവിൻ്റെ കയ്യിൽ കൊടുത്തപ്പം നേരെയായെങ്കിൽ ഇന്ന് എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏത് ജീവിതത്തിനെ തരുമ്പോഴും അതൊക്കെ നേരെയായി ഹല്ലേലൂയ വലിയ പ്രത്യാശയും കൊണ്ട് നിറഞ്ഞ് ഹല്ലേലൂയ ജീവിതത്തിനകത്ത് ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ അനുഗ്രഹങ്ങളും നന്മകളും വെളിപ്പെടുന്ന പകൽക്കാലമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, സ്തോത്രം. ചില ജന്മനാലുള്ള മുടന്തുകൾ, ചില ജന്മനാലെ കാഴ്ചയ്ക്കുള്ള ബുദ്ധിമുട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ അത് നേരെയാകുന്നതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അസ്ഥി വളഞ്ഞ വിഷയങ്ങൾ, നടുവിൻ്റെ അസ്ഥിയുടെ എല്ലുകൾ, ഹല്ലേലൂയ വളഞ്ഞ വിഷയങ്ങൾ കർത്താവ് സുഖപ്പെടുത്തുന്നതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. വളഞ്ഞ അസ്ഥികൾ നേരെയായി വരുന്നതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അടിക്കടിക്ക് വരുന്ന പുറം വേദന, സഹിക്കാൻ വയ്യാത്ത നടുവിൻ്റെയും പുറത്തിൻ്റെയും വേദന കർത്താവ് എടുത്ത് മാറ്റുന്നതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കാലിൻ്റെ ഉപ്പൂറ്റി, വളഞ്ഞ ഉപ്പൂറ്റി, ക്ലബ് ഫുട്ട് എന്നൊക്കെ പറയുന്നത് യേശുവിൻ്റെ നാമത്തിൽ സുഖമാകുന്നതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ സൗഖ്യം വ്യാപരിച്ചിരിക്കുന്നതിനായി നന്ദി. അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.